Our topic is counters. Types of counters. There are two types of counters available for digital circuit. There are synchronous counters. Other is asynchronous counters. രണ്ട് തരത്തിലുള്ള കൗണ്ടേഴ്സ് ആണ് ഡിജിറ്റൽ സർക്യൂട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് സിൻക്രോണസ് കൗണ്ടേഴ്സും മറ്റൊന്ന് അസിൻക്രോണസ് കൗണ്ടേഴ്സും. ഇനി എന്താണ് സിൻക്രോണസ് കൗണ്ടേഴ്സ് എന്നും എന്താണ് അസിൻക്രോണസ് കൗണ്ടേഴ്സ് എന്നുമാണ് പറയാൻ പോകുന്നത്. സിൻക്രോണസ് കൗണ്ടേഴ്സ്. The counters which use clock signal to change their transition are called synchronous counters. This means the synchronous counters depend on their clock input to change state values. സിൻക്രോണസ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ക്ലോക്ക് സിഗ്നൽ ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ട്രാൻസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ളവയാണ് നമ്മൾ സിൻക്രോണസ് കൗണ്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ സിൻക്രോണസ് കൗണ്ടേഴ്സ് ക്ലോക്ക് സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു ചേഞ്ച് സ്റ്റേറ്റ് വാല്യൂസ്. All flip-flops in the synchronous counters are triggered by same clock signal. Next, synchronous counters in the features are their construction is very simple in design. All the flip-flops are interconnected and will be driven by same clock signal. ഇതിന്റെ construction വളരെ simple ആയിട്ടുള്ള ഡിസൈൻ ആണ്. The state output of the previous flip-flops determine the state change of the present flip-flop. പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രസൻറ്റിലുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പുമായിട്ട് ചേഞ്ച് ഉണ്ട്. ആസ് ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് വിൽ വർക്ക് സിൻക്രോണസ്ലി ദ സിൻക്രോണസ് കൗണ്ടേഴ്സ് ഡോണ്ട് റിക്വയർ സെറ്റിലിംഗ്. എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സുകളും വർക്ക് ചെയ്യുന്നത് സിൻക്രോണസിലായിട്ടായിരിക്കും. വി റിക്വയർ നമ്പർ ഓഫ് ലോജിക് ഗേറ്റ്സ് ടു ഇംപ്ലിമെൻറ്റ് ദ സിൻക്രോണസ് കൗണ്ടേഴ്സ്. നമ്പർ ഓഫ് ലോജിക് ഗേറ്റ് വേണം സിൻക്രോണസ് കൗണ്ടേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. ഇവരുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആണ്. ദെയർ ഓപ്പറേഷൻ ഈസ് ഫാസ്റ്റ്. നെക്സ്റ്റ് ഉള്ളത് അസിൻക്രോണസ് കൗണ്ടേഴ്സ് ആണ്. Asynchronous counters എന്ന് പറഞ്ഞാൽ the counters in which the change in transition does not depend upon the clock signal input is known as asynchronous counters. ഇതിൻ്റെ ട്രാൻസിഷൻ ഒരിക്കലും ക്ലോക്ക് സിഗ്നലുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മറ്റേത് സിൻക്രോണസ് ക്ലോക്ക് സിഗ്നലുമായി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ അസിൻക്രോണസിൽ ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്ലോക്ക് സിഗ്നൽ. ദിസ് ഈസ് അസിൻക്രോണസ് കൗണ്ടേഴ്സ്. In this counters, the first flip-flop is connected to the external clock signal. ഇതിലെ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലോക്ക് സിഗ്നലുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് അസിൻക്രോണസ് കൗണ്ടേഴ്സിൻ്റെ മറ്റൊരു പേരാണ് റിപ്പിൾ കൗണ്ടേഴ്സ്. അനദർ നെയിം ഓഫ് asynchronous counters is ripple counters. They are very simple in design. As its design is simple, they use less number of logic gate to construct an asynchronous counter. Asynchronous counters ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ ലെസ് നമ്പർ ഓഫ് ലോജിക് ഗേറ്റ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഓപ്പറേഷൻ ഓഫ് അസിൻക്രോണസ് കൗണ്ടർ ഈസ് വെരി സ്ലോ കമ്പയർഡ് ടു സിൻക്രോണസ് കൗണ്ടേഴ്സ്. സിൻക്രോണസ് കൗണ്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അസിൻക്രോണസ് കൗണ്ടേഴ്സ് വെരി സ്ലോ ആണ്. ഇനി ഒരു ബോക്സ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തരംതിരിച്ച് പറയാനായിട്ടുള്ള രീതിയിൽ നമുക്ക് കമ്പാരിസൺ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിൻക്രോണസ് കൗണ്ടേഴ്സ് എന്ന് പറയുമ്പം അതിനകത്ത് പ്രോപ്പഗേഷൻ ഡിലേ വളരെ ലോ ആയിരിക്കും. പക്ഷേ അസിൻക്രോണസ് കൗണ്ടേഴ്സിൽ എന്താണ് ഹയർ ദാൻ സിൻക്രോണസ് കൗണ്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഹയർ പ്രോപ്പഗേഷൻ ഡിലേ ആണ് കാണിക്കുന്നത്. ഇനി സിൻക്രോണസ് കൗണ്ടേഴ്സിലെ ഫ്രീക്വൻസി വെരി ഹൈ ആണ്. അസിൻക്രോണസ് കൗണ്ടേഴ്സിൽ ഫ്രീക്വൻസി വെരി ലോ. ഇനി സിൻക്രോണസ് കൗണ്ടേഴ്സിൽ റിപ്പിൾ കൗണ്ടേഴ്സ് ഫാസ്റ്റർ ദാൻ ഡാറ്റ ഓഫ് റിപ്പിൾ കൗണ്ടേഴ്സ് ഫാസ്റ്റർ ആണ്. മറ്റടുത്ത് അസിൻക്രോണസിൽ സ്ലോ ഇൻ ഓപ്പറേഷൻ ആണ്. ലോജിക് ഗേറ്റ് റിക്വയർ ചെയ്യുന്നത് ലാർജ് നമ്പർ ഓഫ് ലോജിക് ഗേറ്റ് ആണ്. അസിൻക്രോണസ് കൗണ്ടേഴ്സിൽ ലെസ് നമ്പർ ഓഫ് ലോജിക് ഗേറ്റ്സ് ആർ റിക്വയർഡ്. ഇനി ഹൈ കോസ്റ്റ് ആണ് സിൻക്രോണസ് കൗണ്ടേഴ്സിന്. അസിൻക്രോണസ് കൗണ്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ലോ കോസ്റ്റ് ആണ്. സിൻക്രോണസ് സർക്യൂട്ട് ആർ ഈസി ടു ഡിസൈൻ ആൻഡ് അസിൻക്രോണസ് കൗണ്ടേഴ്സ് കോംപ്ലക്സ് ടു ഡിസൈൻ. ഇത്രയും കാര്യങ്ങളാണ് സിൻക്രോണസും അസിൻക്രോണസ് കൗണ്ടേഴ്സും തമ്മിലുള്ള കമ്പാരിസണിൽ വരുന്നത്. നെക്സ്റ്റ് ഉള്ളത് പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഫോർ കൗണ്ടറിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ in our kitchen appliances we use microwave ovens. In that we set some temperature to heat the food item kept in it.
Internally, the counter calculates the increase or decrease in temperature and time. If it reaches the preset temperature, then it prevents from further heating and spoiling of that food item. Next, washing machine. We use counters in washing machine also. Similar to the counting operation in microwave oven, the counter in washing machine count the time which we set to operate. Next, ഇൻ ബോത്ത് മൈക്രോവേവ് ഓവൻ ആൻഡ് വാഷിംഗ് മെഷീൻ. അപ്പം മൈക്രോവേവ് ഓവനിലും വാഷിംഗ് മെഷീനിലും ഉപയോഗിക്കേണ്ട, അതായത് വാഷിംഗ് മെഷീനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ഇന്ന ടൈമിൽ ഇതാവണം എന്നുള്ളത് സെറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ കൗണ്ടർ. ഇനി ആപ്ലിക്കേഷൻ ഓഫ് കൗണ്ടേഴ്സ് ആണ് നെക്സ്റ്റ് ഉള്ളത്. അപ്പം കൗണ്ടേഴ്സ് ഫൗണ്ട് ദെയർ ആപ്ലിക്കേഷൻ ഇൻ മെനി ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസസ്. സം ഓഫ് ദ ആപ്ലിക്കേഷൻസ് ആർ ലിസ്റ്റഡ് ബിലോ. ഏതൊക്കെയാണ്? ഫ്രീക്വൻസി കൗണ്ടേഴ്സ്, ഡിജിറ്റൽ ക്ലോക്സ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻസ്, അനലോഗിനെ ഡിജിറ്റൽ കൺവേർട്ടിക്ക് മാറ്റുക വിത്ത് സം ചേഞ്ചസ് ഇൻ ദർ ഡിസൈൻ. ഡിസൈനിലുള്ള ചില മാറ്റങ്ങൾ. കൗണ്ടേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ട്. കൗണ്ടേഴ്സിനെ എങ്ങനെയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഫ്രീക്വൻസി ഡിവൈഡർ സർക്യൂട്ടറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇൻ ടൈം മെഷർമെന്റിന് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ദിസ് മീൻസ് കാൽക്കുലേറ്റിംഗ് ടൈം ഇൻ ടൈമർ സച്ച് ആസ് ഇലക്ട്രോണിക് ഡിവൈസ് ലൈക്ക് ഓവൻസ് ആൻഡ് വാഷിംഗ് മെഷീൻ. എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഒരു ടൈം വെച്ചിട്ട് ഇന്ന ടൈമിന് എന്നുള്ള പോലെയാണ് ടൈം മെഷർമെന്റ്. വി ക്യാൻ ഡിസൈൻ ഡിജിറ്റൽ ട്രയാങ്കുലർ വേവ് ജനറേറ്റർ ബൈ യൂസിങ് കൗണ്ടേഴ്സ്. ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ഡിജിറ്റൽ ട്രയാങ്കുലർ വേവ് ജനറേറ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.